സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ എങ്ങനെ VPN വെച്ച് സിമ്പിളായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലെ സർവറും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർവറും കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ, അതായത് ഇന്ത്യയിലില്ലാത്ത ആപ്സും ഗെയിംസും കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറും കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ VPN എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പം ഈ ഒരു VPNിലാണ് ഞാൻ കുറേ VPN ട്രൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു VPN കുറച്ചുകൂടെ സ്പീഡിൽ കയറാമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത് സെർച്ച് ചെയ്യുക. അപ്പം ആദ്യം തന്നെ വരും. അപ്പോൾ ഈ ഒരു VPNാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇത് ഓപ്പണും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ബാക്ക് അടിച്ചിട്ട്, അതായത് നമ്മുടെ പ്ലേ സ്റ്റോറും കാര്യങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ആപ്പ് ഇൻഫോ വരും. അത് ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്റ്റോറേജിനകത്ത് ക്ലിയർ ക്യാച്ച് ആൻഡ് ക്ലിയർ സ്റ്റോറേജ്. ഇത് രണ്ടും ചെയ്യുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ VPN, നമ്മളിപ്പോൾ എടുത്ത VPNും കാര്യമൊക്കെ കയറിയതിന് ശേഷം സർവർ മാറ്റണം. അപ്പോൾ സർവർ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് സർവറുണ്ട്. അപ്പം അത് നമ്മൾ നോക്കുകയാണ് ന്യൂയോർക്ക് US അത് കൊടുക്കുക, ന്യൂയോർക്ക് 1 കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ആ താഴെയുള്ള ബട്ടണേയും കാര്യമൊക്കെ ക്ലിക്ക് ചെയ്ത് ആ ഒരു VPN കാര്യമൊക്കെ കണക്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നാൽ മതി, പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പോൾ തന്നെ ഒരു ആഡ് വരും. അപ്പോൾ ഈ ഒരു ആഡ് വരുവാണ് അതിനർത്ഥം കണക്ട് ചെയ്യുന്നതാണ്, വന്നില്ലെങ്കിലും കണക്ട് ചെയ്യുന്നതാണ് അർത്ഥം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറും കാര്യമൊക്കെ എടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പം പ്ലേ സ്റ്റോറിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ക്യാച്ച് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിലേ വരും. കാരണം എന്ന് വെച്ചാൽ ഡിലേ വരണം, കാരണം നമ്മൾ സർവർ മാറ്റിയാൽ അത് കൺഫേം ആക്കാനുള്ള മെയിൻ റീസണാണ് ഡിലേ. ഇങ്ങനെ കുറച്ച് സമയം പ്ലേ സ്റ്റോറിൽ നിൽക്കുവാണ് അതിനർത്ഥം നമ്മുടെ സർവറും കാര്യമൊക്കെ മാറിയെന്നാണ്. അതായത് എപ്പോഴും എടുക്കുന്ന പോലെ പെട്ടെന്ന് വരാതെ താമസിച്ചാൽ വരുന്നെങ്കിൽ അതിനർത്ഥം സർവർ മാറിയെന്നാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കാര്യമൊക്കെ ചേഞ്ച് ചെയ്യുക. നിങ്ങളധികം യൂസ് ചെയ്യാത്തൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് സ്റ്റക്കായ പോലെ നിൽക്കും. കാരണം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം സർവർ മാറുന്നതിൻ്റെയാണ്. അപ്പോൾ കുറച്ച് നേരം നിൽക്കും. അപ്പം ഒരു തവണ ഇത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ VPN പോയി ഓഫാക്കിയിട്ട് ഒന്ന് ക്ലിയർ ക്യാച്ച് ചെയ്ത് 1-2 തവണ ചെയ്യുമ്പോൾ തന്നെ ശരിയാവും. ചിലർക്കൊക്കെ ആദ്യം തന്നെ ശരിയാവണമെന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് കറങ്ങുന്നുണ്ട്. അതായത് എനിക്ക് നല്ല നെറ്റ് ഉണ്ടായിട്ടും ഇത് കറങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് സർവർ മാറിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PUBG മൊബൈൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതിനകത്ത് ഇതാണ് ടിക്ടോക്ക്. ഇതിങ്ങനെ, അതായത് നമ്മുടെ നാട്ടിലില്ലാത്ത ഗെയിംസ്, അതായത് വെളിയിൽ നിന്ന് ഇന്ത്യയിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കാണാത്ത ഏതെങ്കിലും ആപ്പോ ഗെയിംസോ വരുവാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ സർവറും കാര്യമൊക്കെ മാറിയെന്നാണ്. അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങളുടെ സർവറും കാര്യമൊക്കെ മാറ്റമുള്ള ട്രിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്.